നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാർവതി, 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 വേഗം പോടാ. ഞാൻ നീയല്ലേ അവൾക്ക് നമ്മളെ കാണിച്ചു കൊടുത്തത്? ഒരു കുപ്പിയുടെ അത്രേ ഉള്ളൂ. പക്ഷെ കാഞ്ഞ ബുദ്ധിയാ നിനക്ക്. അതിബുദ്ധി ആപത്താ. ഇനി ആർക്കും നീ ഞങ്ങളെ കാണിച്ചു കൊടുക്കില്ല. അവളെ അണ്ണൻ അവിടെ ഇട്ട് തീർത്തിട്ടുണ്ടാവും. നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തീർക്കാൻ പോവാ. ഇങ്ങോട്ട് പാർവതി, ഇവിടെ ഇത് മോളെ നോക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല, പ്രിയഞ്ചേട്ടന് കൈലാഷ് സാർ വന്നില്ലായിരുന്നെങ്കിൽ അയാളെന്നെ കൊല്ലുമായിരുന്നു. പാർവതിയുടെ കള്ളന്മാരുടെ അടുത്ത്. കള്ളന്മാരുടെ അടുത്തോ? പ്രിയഞ്ചേട്ടന് കൈലാഷ് സാറിന് തല്ലി ഓടിച്ചില്ലേ, അയാളെ മാത്രമല്ല വേറെ 3 കള്ളന്മാരുണ്ട്. ഇപ്പൊ ഓടിപ്പോയി കളഞ്ഞില്ലേ, അയാളെ പാമ്പ് കടിച്ചതാ. അയാളും വേറൊരു കള്ളനും കൂടി ആശുപത്രി അന്വേഷിച്ച് നടക്കുമ്പോ ഞാൻ അവരെ കണ്ടു. എന്റെ മുത്തശ്ശൻ വൈദ്യനാ. ഞാൻ അവരെയും കൂട്ടി മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി. പക്ഷെ മുത്തശ്ശന് മരുന്ന് കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ വേറൊരു കള്ളൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ നേതാവ് അയാള്. എന്നിട്ട് പാറു കണ്ട കള്ളന്റെ ശരീരത്തിൽ ഒരടയാളം ഉണ്ടായിരുന്നില്ലേ, ആ നേതാവിന്റെ ശരീരത്തിലും അതുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോ എനിക്ക് സംശയം തോന്നി. ഞാൻ ഓടിപ്പോയി പാറുവിനോട് പറഞ്ഞു. ഞാനും പാറും അവരന്വേഷിച്ചു പോയി.
തിരുവാഭരണങ്ങള് നിങ്ങൾ കണ്ടോ? കണ്ടു, ശരിക്കും കണ്ടു. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് തിരിച്ചു വാങ്ങണ്ടേ? പാറു ഞാനും വിചാരിച്ച ആ തിരിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. എന്നോട് നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പാറു പറഞ്ഞു. നിങ്ങളെ കാണാൻ ഞാൻ ഓടി വരുമ്പോഴാ ആ കള്ള എന്നെ പിടിച്ചതും എന്നെ കൊല്ലാൻ നോക്കിയതും. പാറു ഇപ്പൊ എവിടെ? അവിടെ കള്ളന്മാരുടെ നേതാവ് അവളെ കൊല്ലൂന്ന് എന്നെ കൊല്ലാമെന്ന കള്ളം പറഞ്ഞു. പ്രിയ, നീതു വാ. പാറു, പാർവതി, പാറു, പാറു, പാർവതി, പാറു, പാർവതി, പാറു, പാറു, പാർവതി, പാറു, 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 പാർവതി. ചട്ടമ്പി പാറു രുദ്രപ്രതാപനോട് നേർക്ക് നേരെ നിന്ന് മുട്ടാൻ ചങ്കുറപ്പുള്ള ചട്ടമ്പി പാറു. കുറുക്കനും കുറുനരിയും മേഞ്ഞു നടക്കുന്ന കാട്ടുപ്രദേശത്ത് വന്ന് പാതിച്ചത്ത് അനാഥ ശവം പോലെ കിടക്കുന്നു. കയ്യിൽ നിറയെ തല്ലുകൊള്ളിത്തരമുണ്ടെങ്കിലും നീ കാണാൻ മിടിക്കുക. കാലണയ്ക്ക് ഗതിയില്ലാത്ത നിന്നെ കെട്ടിക്കൂടെ പൊറപ്പിച്ചോളാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. അപ്പോ 10 പൈസ തികച്ചെടുക്കാനില്ലാത്ത നിനക്ക് കോടീശ്വരിയുടെ അഹങ്കാരം. ഈ രുദ്രപ്രതാപന്റെ കെട്ടിയോളാകാൻ സമ്മതമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇത്തിരി ശ്വാസവുമായി കിടക്കേണ്ടി വരുമായിരുന്നോ? ഈ കാഴ്ച കാണാൻ ഇവളുടെ തന്ത ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോഴാ ഒരു വിഷമം. ഈ കിടപ്പ് അയാളെ കാണിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നീ ഒരു മണ്ടൻ തന്നെ. ഈ കാഴ്ച അയാൾക്ക് കാണിച്ചു കൊടുത്ത അയാൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കും. ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും. ചത്തുപോയാല് കുഴിവെട്ടി അടക്കിയിട്ട് വിധിയെ ശമിച്ച് കഴിയും. 4-5 മാസം കഴിഞ്ഞ അയാൾ എല്ലാം മറന്ന് സാധാരണ ജീവിതം തുടങ്ങും. എനിക്കതല്ല വേണ്ടത്. പിന്നെ എന്റെ പാറുവിനെ കണ്ടോന്നും ചോദിച്ച് അയാൾ ഈ നാട് മുഴുവൻ കരഞ്ഞോണ്ട് ഓടി നടക്കണം. ആറും തോടും നാട്ടിലെ കിണറുകളായ കിണറുകൾ മുഴുവനും പൊന്നു മോൾക്ക് വേണ്ടി അയാൾ മുങ്ങി തപ്പണം.